ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ മാഡം ഇപ്പോ ഈ വീട്ടിലൊരംഗത്തെ പോലെയാ. ഇത് വക്കീൽ ഫീസ് കൊടുക്കാതിരിക്കാനുള്ള അടവാ കേട്ടോ. വക്കീലെ, അമ്മയുടെ കാര്യം ജീവിതത്തിൽ ഒരിക്കലും ശിശിരെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പക്ഷേ ശിശിരേച്ചി രാജീവിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിലാ. അതിനോട് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് താനീ വിഷയം വിട്ടേരെ. ഗൂഗിൾ നോക്കണ്ട. നാട്ടുകാരുടെ സ്നേഹപ്രകടനം തകർത്ത് തരിപ്പണമാക്കി. അത് കഴിഞ്ഞ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസുകാരും കൂടി വന്ന് ഒരു കത്ത് തന്നു. അങ്ങനെ അതങ്ങ് പൂട്ടി. ഇവിടെ ഈ കട തുടങ്ങിയതിനു ശേഷം മോൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇന്ന് ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. അമ്മയുടെ ആഗ്രഹമല്ലേ, വേണ്ടെന്ന് പറയരുത്. വാസച്ചി വാ. അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കയറിപ്പോരുത്. അച്ഛാ, അർച്ചനയും കുഞ്ഞിനെയും ഞാൻ എങ്ങനെയും കണ്ടെത്തും. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാ. പഴയതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇനി നീ ഞങ്ങളുടെ കൂടെ തന്നെ വേണം. വാ വാ അച്ഛാ, വാ. വാ. അച്ഛൻ വന്നേ, വാ വാ. സച്ചേട്ടാ, എന്താ ഇത്ര ആലോചിച്ച് നിൽക്കുന്നേ? വന്നേ, വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറിയേ. വാ. അർച്ചനയുടെ കൈയും പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടെ ഈ പടി ചവിട്ടാവൂന്നായിരുന്നു എന്റെ ആഗ്രഹം. അതേ അമ്മയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നിർബന്ധിച്ചതും. ഇവിടെ താമസിച്ചുണ്ടായാലും നമുക്ക് ഏട്ടത്തി അന്വേഷിക്കാലോ. എന്റെ അർച്ചന കയ്യെത്തും ദൂരത്ത് എവിടെയുണ്ട്.
അധികം താമസിക്കാതെ തന്നെ അവളെ ഞാൻ കണ്ടെത്തും. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഏട്ടാ, ഏട്ടന് കഴിക്കാൻ നല്ല ഒന്നാന്തരം കഞ്ഞിയും ചമ്മന്തിയും തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛാ, അച്ഛനും ഞങ്ങളോട് ഇവിടെയാണോ താമസിക്കുന്നേ? അതേലോ. ഇനി മോൾക്ക് എന്നും അച്ഛന്റെ കൂടെ തന്നെ ഉറങ്ങാം. ഇന്ദുട്ടിയോട് ഞാനും ഉണ്ട് ഇനി മുതൽ സച്ചേച്ചനോട് കിടക്കാൻ. ആഹാ, അമ്പടി മിടുക്കി. നീ ആള് കൊള്ളാലോ. സച്ചി അച്ഛൻ വന്നപ്പോ നിനക്കിപ്പോ ഈ അച്ഛനെ വേണ്ട അല്ലേ? ഇത്രയും നാള് ഞാൻ അച്ഛന്റെ അമ്മയുടെ കൂടെയല്ലേ കിടന്നത്. ഇനി കുറച്ച് നാള് സച്ചേച്ചനോട് കിടക്കാം. വരും മാഡം. ചേച്ചി ഇരിക്കും. മോളെ ആയിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് ഡിസ്ചാർജ് ആയെന്ന്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി നേരെ ഇങ്ങോട്ട് പോന്നു. വക്കീലിനെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ മറന്നുപോയി. സത്യം പറഞ്ഞ മാഡമാണ് സച്ചി ഇവിടേക്ക് തിരിച്ചു വരാനുള്ള കാരണം. അതിന് ഞാനെന്ത് ചെയ്തു? ഇവര് പറഞ്ഞ സത്യ. അനൂപേട്ടനും ഇവരെല്ലാരും പറഞ്ഞിട്ടും എനിക്ക് ഈ വീട്ടിൽ വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ വക്കീലിന്റെ വാക്കുകള് എന്റെ കണ്ണു തുറപ്പിച്ചു. അപ്പൊ പറയേണ്ടവര് പറഞ്ഞ കേക്കാൻ അറിയാം. രക്തബന്ധത്തിന്റെ ശക്തി മറ്റൊന്നിനുമില്ല. ഇപ്പൊ സച്ചിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാ. അത് മനസ്സിലായതുകൊണ്ടാ സച്ചി തിരിച്ചു വന്നത്. അല്ലാതെ എനിക്കിതിൽ ഒരു റോളും ഇല്ല. സത്യം പറഞ്ഞ മാഡം ഇപ്പോ ഈ വീട്ടിലൊരംഗത്തെ പോലെയാ. ആ ദേ, ഇത് വക്കീൽ ഫീസ് കൊടുക്കാതിരിക്കാനുള്ള അടവാ കേട്ടോ. ആ വക്കീലെ, അമ്മയുടെ കാര്യം. അമ്മയില്ലാത്ത വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജാമ്യം ഉടനെ കിട്ടില്ല മാഡം. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. ചിലപ്പോ കിട്ടാം, ചിലപ്പോ ബെയിൽ നിഷേധിച്ചെന്നും വരാം. സച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരാൾ മരിച്ചില്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല.